ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാഗ്നസ് കാൾസന്റെ ഒരു അതിഗംഭീരമായ അറ്റാക്കിംഗ് വീഡിയോ ആണ്. മിക്കവാറും എല്ലാ പീസുകളെയും തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വിജയിച്ച ഒരു ഗെയിം. ഇത് 2004 ഈ ഒരു ഗെയിം നടക്കുന്നത്. മാഗ്നസ് കാൾസന്റെ ചെറുപ്രായത്തിൽ. ഓക്കെ, ഇവിടെ വൈറ്റ് പീസുകൾ എടുത്തിരിക്കുന്നത് മാഗ്നസ്, ബ്ലാക്ക് പീസുകൾ എടുത്തിരിക്കുന്നത് സ്പൈക്ക് ഏൺസ്റ്റ് എന്ന പ്ലെയർ. ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു മാഗ്നസ് പോൺ E4 കളിച്ചുകൊണ്ട്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ പോൺ C6 ഇതാണ് കാരോക്കാൻ ഡിഫൻസ്. ഇവിടെ വരുന്നു പോൺ D4, അപ്പോൾ പോൺ D5, നൈറ്റ് C3, പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ. ഇവിടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, നൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് G3യിലേക്ക് മാറിക്കൊണ്ട് ബിഷപ്പിൽ അറ്റാക്ക്, ബിഷപ്പ് തിരിച്ച് G6ലേക്ക് മാറുന്നു. അപ്പോൾ പോൺ H4, ഇതൊക്കെ സ്റ്റാൻഡേർഡ് മൂവ്സ് ആണ് കാരോക്കാൻ ഡിഫൻസിൻ്റെ. പോൺ H6, അതായത് പിന്നീട് പോണിനെ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ബിഷപ്പിന് തിരിച്ചു പോകാം. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ പോൺ H6 വന്നു, അപ്പോൾ ആദ്യം നൈറ്റ് F3, ഇവിടെ നൈറ്റ് D7, അതിനുശേഷം പോൺ H5, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് H7ലേക്ക് മാറുന്നു. അതിനുശേഷം മാഗ്നസ് ഇവിടെ തൻ്റെ ബിഷപ്പിനെ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു D3യിൽ വന്നുകൊണ്ട്. അപ്പോൾ ബിഷപ്പ് ടെക്സ് ബിഷപ്പ്, ക്വീൻ ടെക്സ് ബിഷപ്പ്. ഇവിടെ ബ്ലാക്ക് പോൺ E6 കളിക്കുന്നു. അടുത്ത ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ക്വയർ മാറിക്കൊടുക്കുന്നു. ഇവിടെ ബിഷപ്പ് F4, അപ്പോൾ നൈറ്റ് F6, പതിയെ പീസുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഗ്നസ് ഇവിടെ ക്വീൻ സൈഡ് കാസ്ലിംഗ് നടത്തുന്നു. ഇവിടെ ബിഷപ്പ് E7, നൈറ്റ് E4, നൈറ്റ് സെൻറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ക്വീൻ A5, ഇവിടെ ഈ ഒരു പോണിൽ അറ്റാക്ക്. അപ്പോൾ കിങ് B1 കളിച്ചുകൊണ്ട് ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ കാസ്ലിംഗ് കിങ് സൈഡ്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കാസ്ലിംഗ് നടന്നിരിക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ഓപ്പോസിറ്റ് സൈഡ് കാസ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ തീ പറന്ന അറ്റാക്കിംഗ് ഗെയിംസ് ഉണ്ടാവും. രണ്ടുപേരുടെയും കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ഗെയിമിൽ നടക്കുന്നത് ആദ്യം നൈറ്റ് ടെക്സ് നൈറ്റ്, ഒരു നൈറ്റ് എക്സ്ചേഞ്ച്, നൈറ്റ് ടെക്സ് നൈറ്റ്, അതിനുശേഷം നൈറ്റ് E5. ഈ ഒരു നൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്വയർ വന്നിരിക്കുകയാണ് ഒരു പോണിൻ്റെ സപ്പോർട്ടോടുകൂടി. എന്നാൽ ഉടനെ വരുന്നു റൂക്ക് D8, ഈ ഒരു പോണിൽ അറ്റാക്ക്. ഈ ഒരു പോണിനെ പിന്നീട് ഈ C5 മൂവ് കളിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വീനിൽ അറ്റാക്ക് വരും റൂക്ക് കൊണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്നസ് ക്വീൻ E2യിലേക്ക് മാറ്റുന്നു. എന്നാൽ ഇവിടെ ക്വീൻ E2യിൽ മാറുന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഉടനെ കാണാൻ സാധിക്കുന്നതാണ്. ഏതാനും ചില മൂവുകളോടുകൂടി മാഗ്നസ് വളരെ ഗംഭീരമായ ഒരു അറ്റാക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് കാണാം. ഇവിടെ പോൺ C5 വരുന്നു, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ മാഗ്നസിൻ്റെ നെക്സ്റ്റ് മൂവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു പൊസിഷനിൽ വെച്ച് മാഗ്നസ് കളിച്ച മൂവ്. ഓക്കെ, ആദ്യമായി വരുന്നു മാഗ്നസിൻ്റെ ഒരു നൈറ്റ് സാക്രിഫൈസ്, നൈറ്റ് G6. പോണിന് മുന്നിൽ ഈ ഒരു നൈറ്റിന് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ നൈറ്റ് ഇവിടെ ഫോർക്ക് ചെയ്തിരിക്കുകയാണ്. റൂക്കിനെയും ബിഷപ്പിനെയും ബ്ലാക്ക് ഇവിടെ കളിക്കുന്നു. പോൺ ടേക്സ് നൈറ്റ്. അപ്പോൾ വരുന്നു ക്വീൻ ടേക്സ് പോൺ, ചെക്ക്. ഈ ചെക്കിൽ നിന്നും മാറുകയാണ് ബ്ലാക്ക്. കിങ്ങിനെ H8ലേക്ക് മാറ്റുന്നു. ഇവിടെ വരുന്നു പോൺ ടേക്സ് പോൺ. അപ്പോൾ നൈറ്റ് G8ലേക്ക് വന്നുകൊണ്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. കാരണം നമുക്ക് കാണാം, വീണ്ടും 2 പീസുകൾ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഈ ഒരു പോൺ മാത്രമാണ്. അപ്പോൾ നൈറ്റ് കൂടി ആ ഒരു ഡിഫെൻസിൽ വരികയാണ്. എന്നാൽ അങ്ങനെ ഡിഫെൻസിലേക്ക് വന്നിട്ടും ഇവിടെ അത് മാത്രമല്ല, റൂക്ക് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഡിഫെൻസ് എടുത്തിട്ടും ആദ്യം നൈറ്റിനെ സാക്രിഫൈസ് ചെയ്ത മാഗ്നസിൻ്റെ നെക്സ്റ്റ് മൂവ് വരികയാണ് ബിഷപ്പ് ടേക്സ് പോൺ, ഒരു ബിഷപ്പ് സാക്രിഫൈസ്. ഇവിടെ വരുന്നു പോൺ ടേക്സ് ബിഷപ്പ്. അപ്പോൾ റൂക്ക് സാക്രിഫൈസ്, റൂക്ക് ടേക്സ് പോൺ, ചെക്ക്, നൈറ്റ് ടേക്സ് റൂക്ക്. അപ്പോൾ വരുന്നു ക്വീൻ ടേക്സ് ബിഷപ്പ്. ഇനി നെക്സ്റ്റ് മൂവിൽ ഇവിടെ ക്വീൻ കൊണ്ടുവന്ന് ചെക്ക് മേറ്റ് ചെയ്യും. അത് തടയാൻ വേണ്ടി നൈറ്റ് F7ലേക്ക് മാറുകയാണ്. അത് ബ്ലോക്ക് ചെയ്യാൻ വേറെ മൂവുകളില്ല. ഓക്കെ, നൈറ്റ് F7ലേക്ക് വരികയാണ്. അപ്പോൾ പോൺ ടേക്സ് നൈറ്റ് വരുന്നു ആദ്യം. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു റൂക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ അറ്റാക്കിൽ വരും. അതുകൊണ്ട് ആദ്യം കിങ് മാറുകയാണ്. കിങ് G7ലേക്ക് മാറുന്നു. അപ്പോൾ റൂക്ക് വേറെ റൂട്ട് എടുക്കുകയാണ്. റൂക്ക് D3യിലേക്ക് വന്നുകൊണ്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു റൂക്ക് ലിഫ്റ്റ്. ഇവിടെ വരുന്നു റൂക്ക് D6, ആ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വരുന്നു റൂക്ക് G3 ചെക്ക്,
റൂക്ക് G6 കളിച്ചുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ക്വീൻ E5 ചെക്ക് പോണിനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കിങ് ടേക്സ് പോൺ കളിക്കുന്നു. ഉടനെ ക്വീൻ F5 ചെക്ക്. അതിനുശേഷം റൂക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്തപ്പോൾ ക്വീൻ D7 ചെക്ക് മേറ്റ്. വളരെ മനോഹരമായ ഒരു അറ്റാക്കാണ് നമ്മൾ കണ്ടത്. ആ ഒരു നൈറ്റ് സാക്രിഫൈസോടുകൂടി മാഗ്നസിൻ്റെ ഒരു അതിഗംഭീരമായ അറ്റാക്കിംഗ് കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഈ ഒരു മൂവ് ഓർഡർ ഇവിടെ പെട്ടെന്ന് നോക്കാം. ആ ഒരു അറ്റാക്ക് പോൺ C5 വന്നപ്പോൾ ഉടനെ വരികയാണ് നൈറ്റ് സാക്രിഫൈസ്. അതിനുശേഷം ക്വീൻ ചെക്ക്, കിങ് മാറുന്നു. പോണിനെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ബിഷപ്പ് സാക്രിഫൈസ്, അതിനുശേഷം റൂക്ക് സാക്രിഫൈസ്, അതിനുശേഷം പിന്നീടുള്ള ഏതാനും നീക്കങ്ങളിൽ ഇവിടെ മാഗ്നസിൻ്റെ ചെക്ക് മേറ്റിംഗ് പാറ്റേൺ കാണാം. ഇവിടെ ക്വീൻ ചെക്ക്, അതിനുശേഷം ക്വീൻ വീണ്ടും ചെക്ക്, പിന്നീട് ക്വീനോട് D7 കളിച്ചുകൊണ്ട് ചെക്ക് മേറ്റ്. എന്തായാലും ഈ ഒരു അറ്റാക്കിംഗ് വീഡിയോ വളരെ ചെറുപ്രായത്തിൽ കളിച്ച മാഗ്നസിൻ്റെ ഈ ഒരു അറ്റാക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.